ഫാബ്രിക് ചെക്കർ കോഴ്സിൽ വൊക്കേഷണൽ സ്കില്ലിൽ പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഫാബ്രിക് ചെക്കർ. തുണികൾ ഇൻസ്പെക്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത. വിവിധതരം നൂലുകൾ, നാരുകൾ, തുണി നിർമ്മാണം, വിവിധതരം തുണികൾ, തുണികളിലെ ഡിഫക്റ്റുകൾ, തുണികൾ കളർ ചെയ്യുന്നതിനെക്കുറിച്ച്, ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെക്കുറിച്ചെല്ലാം ഈ ചാപ്റ്ററിൽ പഠിക്കുന്നു. 2. ചെക്കിംഗ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്. വിവിധതരം ഫാബ്രിക് ചെക്കിംഗ് യന്ത്രങ്ങളെക്കുറിച്ചും തുണികളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിനെക്കുറിച്ചും ഈ ചാപ്റ്ററിൽ പഠിക്കുന്നു. 3. മെയിൻറ്റെയിനിങ് എ ക്ലീൻ ആൻഡ് ഹസാർഡ് ഫ്രീ വർക്കിംഗ് ഏരിയ. ചെക്കിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസ് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും വേസ്റ്റ് ഡിസ്പോസൽ, വിവിധതരം ക്ലീനിങ് ഏജൻറ്റ്സ്, അവയുടെ ഉപയോഗം തുടങ്ങിയവയെക്കുറിച്ച് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നു. 4. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് പ്രാക്ടീസസ് അപ്ലിക്കബിൾ അറ്റ് വർക്ക് പ്ലേസ്. നമ്മൾക്ക് ഒരപകടവും സംഭവിക്കാതിരിക്കാൻ വർക്കിംഗ് സ്ഥലത്ത് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നു. 5. ലീഗൽ, റെഗുലേറ്ററി ആൻഡ് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ്. കമ്പനികളുടെ പോളിസികളെക്കുറിച്ചും നമ്മുടെ സുപ്പീരിയർ ഓഫീസറിൻ്റെ കൂടെ ടീമായിട്ട് ജോലി ചെയ്യുന്നത് എങ്ങനെയെന്നും നമ്മുടെ ദിവസവും ചെയ്യുന്ന ജോലി കൃത്യതയോടെ പ്ലാൻ ചെയ്ത് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നു. റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഫാബ്രിക് ചെക്കർ. ഇതൊരു പ്രീ പ്രൊഡക്ഷൻ ജോലിയാണ്. അതായത് ഒരു ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ആകുന്നത് കട്ടിംഗ് തുടങ്ങുന്നത് മുതലാണ്. കട്ടിങ്ങിന് മുൻപേ ഫാബ്രിക് ചെക്കർ തുണികൾ ഇൻസ്പെക്ട് ചെയ്യണം. തുണികളുടെ കളർ എല്ലായിടത്തും ഒരുപോലെയാണോ, തുണിയുടെ വീതി, നീളം, എൻഡ്സ് പെർ ഇഞ്ച്, പിക്സ് പെർ ഇഞ്ച്, തുണികളിൽ എന്തെങ്കിലും ഡിഫക്റ്റ് കാണുകയാണെങ്കിൽ നീക്കം ചെയ്യാൻ പറ്റുന്നവ നീക്കം ചെയ്യുകയും അല്ലാത്തവ സ്റ്റിക്കർ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ തുണികൾ കട്ടിംഗ് ടേബിളിൽ വിരിക്കുമ്പോൾ പെട്ടെന്ന് ഡിഫക്റ്റ് കണ്ടെത്താനും അത് ഒഴിവാക്കി കട്ട് ചെയ്യാനും ഉണ്ടാകുന്ന ഗാർമെൻറ്റിൻ്റെ ഗുണനിലവാരം നിലനിർത്തുവാനും സാധിക്കുന്നു. ഫാബ്രിക് ചെക്ക് ചെയ്യാതെ ഗാർമെൻറ്റ് നിർമ്മിക്കുകയാണെങ്കിൽ തുണികളിലെ ഡിഫക്റ്റ് ഗാർമെൻറ്റിൽ ഉണ്ടാകുകയും ഉപയോഗശൂന്യവുമാകുന്നു. അങ്ങനെ വേസ്റ്റേജ് കൂടുന്നു. അതുകൊണ്ട് ഇതൊരു ക്രിട്ടിക്കൽ ജോബ് റോളാണ്. ഫാബ്രിക് ചെക്കിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ ടെക്സ്റ്റൈലിൽ ഉപയോഗിക്കുന്ന വിവിധതരം നാരുകൾ, നൂലുകൾ, തുണികൾ എന്നിവയെക്കുറിച്ച് പഠിക്കണം. ടെക്സ്റ്റൈലിൽ ഉപയോഗിക്കുന്ന വിവിധതരം നാരുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ടെക്സ്റ്റൈൽ നാരുകളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: നാച്ചുറൽ, മാൻമെയ്ഡ്. നാച്ചുറൽ നാരുകളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: വെജിറ്റബിൾ, ആനിമൽ, മിനറൽ നാരുകൾ. കോട്ടൺ, ലിനൻ, ജൂട്ട് എന്നിവ വെജിറ്റബിൾ നാരുകൾക്ക് ഉദാഹരണങ്ങളാണ്. വൂൾ, സിൽക്ക്, ആനിമൽ നാരുകൾക്ക് ഉദാഹരണങ്ങളാണ്. ആസ്ബറ്റോസ്, ഗ്ലാസ് എന്നിവ മിനറൽ നാരുകൾക്ക് ഉദാഹരണങ്ങളാണ്. മാൻമെയ്ഡ്
നാരുകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: സെമി സിന്തറ്റിക്, സിന്തറ്റിക്. വിസ്കോസ് റയോൺ, അസറ്റേറ്റ് റയോൺ, കുപ്രമോണിയം റയോൺ എന്നിവ സെമി സിന്തറ്റിക് നാരുകൾക്ക് ഉദാഹരണങ്ങളാണ്. നൈലോൺ, പോളിയസ്റ്റർ, അക്രിലിക് എന്നിവ സിന്തറ്റിക് നാരുകൾക്ക് ഉദാഹരണങ്ങളാണ്. നാച്ചുറൽ ഫൈബർ. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന നാരുകളാണ് നാച്ചുറൽ ഫൈബർ. നാച്ചുറൽ ഫൈബറുകളെ പ്രധാനമായും മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: വെജിറ്റബിൾ ഫൈബർ, ആനിമൽ ഫൈബർ, മിനറൽ ഫൈബർ. വെജിറ്റബിൾ ഫൈബർ. ചെടികളിൽ നിന്ന് ലഭിക്കുന്ന നാരുകൾ വെജിറ്റബിൾ ഫൈബർ എന്നറിയപ്പെടുന്നു. വെജിറ്റബിൾ നാരുകളിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് സെല്ലുലോസ് ആണ്. അതുകൊണ്ട് ഇത് സെല്ലുലോസ് ഫൈബർ എന്നും അറിയപ്പെടുന്നു. കോട്ടൺ, ലിനൻ, ജൂട്ട് എന്നിവ വെജിറ്റബിൾ ഫൈബേഴ്സിന് ഉദാഹരണങ്ങളാണ്. താഴെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഒന്നാമത്തേത് കോട്ടണും രണ്ടാമത്തേത് ലിനനും മൂന്നാമത്തേത് ജൂട്ടുമാണ്. കോട്ടൺ നാരുകൾ വിത്ത് നട്ടാണ് ഉണ്ടാക്കുന്നത്. ലിനനും ജൂട്ടും ചെടികളുടെ തണ്ടിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നു. ആനിമൽ ഫൈബർ. മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നാരുകളാണ് ആനിമൽ ഫൈബേഴ്സ്. ആനിമൽ ഫൈബേഴ്സിൽ പ്രധാനമായും പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ആനിമൽ ഫൈബേഴ്സ് പ്രോട്ടീൻ ഫൈബേഴ്സ് എന്നും അറിയപ്പെടുന്നു. വൂൾ, സിൽക്ക് എന്നീ നാരുകൾ ആനിമൽ ഫൈബേഴ്സിന് ഉദാഹരണങ്ങളാണ്. പ്രകൃതിദത്ത നാരുകൾ എല്ലാം ഒരു നിശ്ചിത നീളത്തിലാണ് ലഭിക്കുന്നത്. സ്റ്റേപ്പിൾ ഫൈബർ എന്നറിയപ്പെടുന്നു. സിൽക്ക് നാരുകൾ തുടർച്ചയായ നീളത്തിൽ ലഭിക്കുന്നു. അതുകൊണ്ട് നാച്ചുറൽ ഫിലമെൻ്റ് എന്നറിയപ്പെടുന്നു. വൂൾ നാരുകൾ ചെമ്മരിയാടിൻ്റെ രോമം വേർതിരിച്ചെടുക്കുന്നു. താഴെ കാണിച്ചിരിക്കുന്ന ആദ്യത്തെ 2 ചിത്രങ്ങളും വൂൾ നാരിൻ്റേതാണ്. സിൽക്ക് നാരുകൾ സിൽക്ക് വേമിൻ്റെ കൊക്കൂണിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. താഴെ കാണിച്ചിരിക്കുന്നതിൽ മൂന്നാമത്തെയും നാലാമത്തെയും ചിത്രം സിൽക്ക് നാരുകളുടേതാണ്. മിനറൽ ഫൈബർ. മിനറൽസിൽ നിന്നും ലഭിക്കുന്ന നാരുകളാണ് മിനറൽ ഫൈബേഴ്സ്. ആസ്ബറ്റോസ്, ഗ്ലാസ് എന്നീ നാരുകൾ ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. മിനറൽ നാരുകൾ പ്രധാനമായും ഫയർ പ്രൂഫ് തുണികൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നു. താഴെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ആദ്യത്തേത് ഗ്ലാസ് ഫൈബറും രണ്ടാമത്തേത് ആസ്ബറ്റോസ് ഫൈബറും ആകുന്നു. മാൻ മെയ്ഡ് ഫൈബേഴ്സ്. മാൻ മെയ്ഡ് ഫൈബേഴ്സ് മനുഷ്യനിർമ്മിത നാരുകളാണ്. മറ്റ് നാരുകളെ അപേക്ഷിച്ച്, അതായത് പ്രകൃതിദത്ത നാരുകളെ അപേക്ഷിച്ച് മാൻ മെയ്ഡ് നാരുകൾക്ക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. മനുഷ്യനിർമ്മിത നാരുകളായതിനാൽ നമ്മൾക്ക് ആവശ്യമുള്ള നീളത്തിൽ നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കുന്നു. മാൻ മെയ്ഡ് ഫൈബേഴ്സ് ഫിലമെൻ്റ് നാരുകളായിരിക്കും. കട്ട് ചെയ്ത് സ്റ്റേപ്പിൾ നാരുകളായും ഉപയോഗിക്കാം. മാൻ മെയ്ഡ് ഫൈബേഴ്സ് പ്രധാനമായും 2ആയി തരംതിരിച്ചിരിക്കുന്നു: സെമി സിന്തറ്റിക് ഫൈബർ, സിന്തറ്റിക് ഫൈബർ. സെമി സിന്തറ്റിക് ഫൈബർ. പ്രകൃതിദത്തമായി ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കളിൽ നിന്നാണ് സെമി സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പ്രകൃതിദത്തമായി ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ രാസപ്രവർത്തനത്തിലൂടെ നാരുകളാക്കി മാറ്റുന്നു.
ഒട്ടുമിക്ക സെമി സിന്തറ്റിക് നാരുകളും സെല്ലുലോസ് റീജനറേറ്റഡ് നാരുകളാണ്. വിസ്കോസ് റയോൺ, അസറ്റേറ്റ് റയോൺ, കുപ്രമോണിയം റയോൺ എന്നീ നാരുകൾ സെമി സിന്തറ്റിക് നാരുകൾക്ക് ഉദാഹരണങ്ങളാണ്. താഴെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഒന്നാമത്തേത് വിസ്കോസ് നാരും രണ്ടാമത്തേത് അസറ്റേറ്റ് നാരും മൂന്നാമത്തേത് വിസ്കോസ് റയോൺ നൂലുകളുമാകുന്നു. സിന്തറ്റിക് ഫൈബർ. സിന്തറ്റിക് നാരുകൾ രാസപ്രവർത്തനത്തിലൂടെ നിർമ്മിച്ചെടുക്കുന്നു. പെട്രോകെമിക്കൽസ് അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് രാസപ്രവർത്തനത്തിലൂടെയാണ് സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. നൈലോൺ, പോളിയസ്റ്റർ, പോളിപ്രൊപ്പിലീൻ, അക്രിലിക്സ് എന്നിവ സിന്തറ്റിക് നാരുകൾക്ക് ഉദാഹരണങ്ങളാണ്. താഴെ കാണിച്ചിരിക്കുന്നതിൽ ഒന്നാമത്തേത് നൈലോൺ നാരും രണ്ടാമത്തേത് പോളിയസ്റ്റർ നാരുമാകുന്നു. മൂന്നാമത്തേത് നൈലോൺ റോപ്പ് ആണ്. ഫൈബർ ബ്ലെൻഡ്സ്. വ്യത്യസ്ത തരം നാരുകൾ കൂട്ടിച്ചേർത്ത് ഗുണനിലവാരം നഷ്ടമാകാതെ നൂലുകൾ ഉണ്ടാക്കുന്നതാണ് ഫൈബർ ബ്ലെൻഡ്സ്. ഫൈബർ ബ്ലെൻഡ് ചെയ്ത് തയ്യാറാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ അപ്പിയറൻസ്, പെർഫോമൻസ്, കംഫേർട്ട് എന്നിവ മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നു. കൂടുതലായി ഉപയോഗിക്കുന്ന ഫൈബർ ബ്ലെൻഡ്സുകളെ പരിചയപ്പെടുത്താം. പോളിയസ്റ്റർ കോട്ടൺ. ഇവ പോളി കോട്ടൺ എന്നറിയപ്പെടുന്നു. 100% കോട്ടൺ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഷർട്ടിൽ ഉണ്ടാകുന്ന ചുളികളെക്കാളും കുറവായിരിക്കും പോളി കോട്ടൺ ഷർട്ടിൽ. കോട്ടൺ ലൈക്ര. കോട്ടൺ ലൈക്ര നമ്മൾ ഉപയോഗിക്കുന്ന ചില ജീൻസ് സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇവ കോട്ടൺ ലൈക്ര ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ്. അക്രിലിക് വൂൾ. 100% വൂൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന തുണിത്തരങ്ങൾ അതിനേക്കാളും കുറഞ്ഞ ചെലവിൽ അക്രിലിക് വൂൾ ബ്ലെൻഡ് ഉപയോഗിച്ച് നിർമ്മിക്കുവാൻ സാധിക്കുന്നു. ടെക്സ്റ്റൈൽ യാൺസ്. ടെക്സ്റ്റൈൽ നാരുകളെ അടുത്തടുത്ത് വെച്ച് ട്വിസ്റ്റ് ചെയ്ത് നീളത്തിലുള്ള നൂലാക്കി മാറ്റുന്നു. നാരിൽ നിന്നും നൂലുകൾ നിർമ്മിക്കുന്ന പ്രക്രിയ സ്പിന്നിംഗ് എന്നറിയപ്പെടുന്നു. റിംഗ് സ്പിന്നിംഗ്, റോട്ടർ സ്പിന്നിംഗ്, എയർജെറ്റ് സ്പിന്നിംഗ്, വോർട്ടെക്സ് സ്പിന്നിംഗ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള സ്പിന്നിംഗ് രീതികളുണ്ട്. നൂലുകളെ അതിൻ്റെ ഘടന, നിർമ്മിക്കുന്ന രീതി അനുസരിച്ച് തരംതിരിച്ചിരിക്കുന്നു. നൂലുകളെ പ്രധാനമായും 3ആയി തരംതിരിച്ചിരിക്കുന്നു. സ്റ്റേപ്പിൾ യാൺ. സ്റ്റേപ്പിൾ നാരുകളിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന നൂലുകളെ സ്റ്റേപ്പിൾ യാൺ എന്നറിയപ്പെടുന്നു. ഒട്ടുമിക്ക സ്റ്റേപ്പിൾ നൂലുകളും നാച്ചുറൽ നാരുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതായിരിക്കും. പ്ലൈ യാൺ. ഒന്നോ അതിൽ കൂടുതലോ സ്റ്റേപ്പിൾ ഫൈബർ യാൺ ഉപയോഗിച്ചാണ് പ്ലൈ യാൺസ് നിർമ്മിക്കുന്നത്. സിംഗിൾ പ്ലൈ യാൺ സ്റ്റേപ്പിൾ ഫൈബർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒറ്റ നൂലാണ്. 2 നൂലുകൾ ട്വിസ്റ്റ് ചെയ്ത് ഒരു നൂൽ നിർമ്മിക്കുന്നു. ഇത്തരത്തിലുള്ള നൂലുകളാണ് 2 പ്ലൈ യാൺ. 3 നൂലുകൾ ട്വിസ്റ്റ് ചെയ്ത് ഒരു നൂൽ നിർമ്മിക്കുന്നു. ഇത്തരത്തിലുള്ള നൂലുകൾ 3 പ്ലൈ യാൺ എന്നറിയപ്പെടുന്നു. ഫിലമെൻ്റ് യാൺ. തുടർച്ചയായ നീളത്തിലുള്ള ഒന്നോ അതിൽ കൂടുതലോ ഫിലമെൻ്റ് നാരുകൾ ഉപയോഗിച്ചാണ് ഫിലമെൻ്റ് യാൺ നിർമ്മിക്കുന്നത്. പ്രകൃതിദത്തമായി ലഭിക്കുന്ന ഒരേയൊരു ഫിലമെൻ്റ് യാണാണ് സിൽക്ക്. മിക്ക ഫിലമെൻ്റ് നൂലുകളും സിന്തറ്റിക് മെറ്റീരിയൽസ് നിന്നാണ് നിർമ്മിക്കുന്നത്.